പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസിലാണ് ഇച്ചുമോൾ ഇച്ചുന്നില്ല ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ലൈക്കും സബ്സ്ക്രൈബും ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഒരു യൂട്യൂബ് തുടങ്ങി കേട്ടോ. മിന്നു മിന്നു എന്ന് പറഞ്ഞത് ഇല്ലേ, മിന്നു എന്നല്ല ആളെ ശരിക്കുള്ള പേര്. എൻ്റെ പേര് ചിന്നു എന്നാണ്. ചിന്നു എന്നല്ല എൻ്റെ ശരിക്കുള്ള പേര് കേട്ടോ. വീട്ടിൽ വിളിക്കുന്ന പേര് ഇച്ചു എന്നാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ടീച്ചേഴ്സ് വിളിക്കുന്നത് നിഹാല എന്നാണ്. പിന്നെ എൻ്റെ ശരിക്കുള്ള പേര് ഫാത്തിമത്ത് നിഹാല എന്ന് കേട്ടോ. ഇത് മിന്നു ഇവളല്ല, ഇത് മിന്നു അല്ല കേട്ടോ. സൈനബത്ത് നസ്നീൻ ഫാത്തിമ എന്നാണ്. വീട്ടുപേര് നെജു എന്നാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മിന്നു ചിന്നു എന്നിട്ടതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവളെ ഫ്രണ്ട്സ് വിളിക്കുന്ന നെജു എന്നും വിളിക്കും, പിന്നെ നസ്നീനും വിളിക്കും. ഓക്കെ, പിന്നെ അവളെ ടീച്ചേഴ്സ് വിളിക്കുന്നത് എന്താണ്? ഫാത്തിമ, സൈനബത്ത്, നസ്നീൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. സ്കൂളത്തെ ടീച്ചർമാർ അവളെ നസ്നീൻ വിളിക്കും. എന്നെ നിഹാല എന്ന് വിളിക്കും. ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആവാണ്. ഞാൻ കര ചീകുന്നൊരു ടെക്നിക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി സ്കൂൾ വിട്ട് വന്ന ശേഷം നോക്കണം എന്തായിരിക്കും. ഇവിടെ ചിക്കെടുത്ത് കഴിഞ്ഞു. ഇത് മൊത്തം ചിക്കെടുക്കാൻ പോവാണ്. ചിക്കൊന്നും ഉണ്ടാവില്ല, എന്താ വെച്ചാൽ എൻ്റെ കൂടി സ്നേക്സ് ആണല്ലോ. പിന്നെ അത് പോയി നെയ്സാക്കി വന്നത്രയാണ്. എന്താണ് നെയ്സ്? ഇന്നലെ ഒരു സ്കൂളിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അത് ഫസ്റ്റ് ആയതുകൊണ്ടില്ലേ ശരിയായിട്ടില്ല. ഞങ്ങൾ ശരിയാക്കിയിട്ടേ വീഡിയോ എടുക്കും. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ 300 ലൈക്കൊക്കെ ആവാറായി കേട്ടോ. അതിൻ്റെ സന്തോഷം ഇപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ എല്ലാവരും താങ്ക്സ് എന്ന് പറയാം കേട്ടോ. ഇതിൽ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ഫോണിൽ ഇപ്പം ചാർജ് കുത്തിനാണുള്ളത്. ഞാൻ ഇപ്പോൾ പഠിക്കണത് 5 ബിയിലാണ്. എൻ്റെ ചേച്ചി പഠിക്കണത് 7th ബിയിലാണ് കേട്ടോ. എൻ്റെ ചെറിയ ചേച്ചി, അപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയല്ല കേട്ടോ, കുഞ്ഞാൻ്റെ മോളാണ്. ചേച്ചിയല്ല, ദീദി, കുഞ്ഞാൻ്റെ മോളാണ്. അവളിപ്പോൾ 6 ബിയിലാണ്. പിന്നെ എൻ്റെ ആപ്പുണ്ട്, ആപ്പ +2ലാണ് കേട്ടോ. എനിക്ക് സ്ഥലം ഞാൻ നേരെ കിട്ടിയില്ല, അതുകൊണ്ട് നേരെ കെട്ടിയിട്ട് നേരെ വാറിയിട്ട് കെട്ടാൻ വിചാരിച്ചിട്ടും അതാണ് ഇത്ര താമസിച്ചത് വരാൻ വേണ്ടി. എനിക്കിങ്ങനെ ജസ്റ്റ് മുടി പൊതി കണ്ടാൽ മതി, പിന്നെ അത് നരക്കി കളയും. ഇങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഇങ്ങനെ സൈഡായിട്ട് മുടി ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ആക്കി ഇറുക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഒതുക്കി വെക്കും. ഇനി ഡപ്പറിട്ട ഇതൊരു ടൈറ്റിലാണ് കെട്ടണത്. നമുക്ക് ടൈറ്റ് ഭയങ്കര അലോട്ടാണ്. അപ്പം ഞാൻ കോട്ടൻ്റെ ഫുഡ് ഉണ്ട് മെസ്സേജ് വന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണം. 8:55 50 എത്ര നമുക്ക് വാച്ച് ഉണ്ട്. ആ വാച്ച് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കണ്ടിട്ട് എൻ്റെ കോട്ടിലിടാനാണ് എൻ്റെ വിചാരം.
ഇതെങ്ങനെ കഷ്ടിക്കും? ഒരു കത്തിയും അതിലേക്ക് ഒരു തീയും വേണം. ഇനി പാർട്ട് 2 ആയിട്ട് കാണാം.